വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം 1 രാജാക്കന്മാർ 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 2-ാം അധ്യായം 11-ാം വാക്യം. എൽക്കാന രാമയിൽ തൻ്റെ വീട്ടിലേക്ക് പോയി. ശമൂവേലിൻ്റെ പിതാവായിരുന്നു എൽക്കാന. അദ്ദേഹത്തിൻ്റെ സ്വദേശം എഫ്രയീം മലനാട്ടിലെ രാമാഥയീം സോഫീം ആയിരുന്നു. യെരുശലേമിൽ നിന്ന് ഏകദേശം 6 മൈൽ വടക്കുമാറി സ്ഥിതി ചെയ്തിരുന്ന ഒരു ഗ്രാമമായിരുന്നു രാമാഥയീം സോഫീം എന്ന് വിളിക്കപ്പെട്ടിരുന്ന രാമ. എൽക്കാന എലീഹൂവിൻ്റെ മകനായ യെരോഹാമിൻ്റെ മകൻ ആയിരുന്നു. എന്നാൽ എൽക്കാന എഫ്രയീമ്യനായിരുന്നു എന്ന് 1 ശമൂവേൽ 1-ാം വാക്യത്തിലും ലേവ്യനായിരുന്നു എന്ന് 1 ദിനവൃത്താന്തം 6-ാം അധ്യായം 27-34 വാക്യങ്ങളിൽ കാണപ്പെടുന്നു. ദൈവം സൃഷ്ടിച്ചു അഥവാ ദൈവം സ്വന്തമാക്കി എന്നതാണ് എൽക്കാന എന്ന പേരിൻ്റെ അർത്ഥം. 1 ശമൂവേൽ 1-ാം അധ്യായത്തിലാണ് എൽക്കാനയെ നാം കാണുന്നത്. ശാന്തനും ദൈവഹിതപ്രകാരം ജീവിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു എൽക്കാന. ഈ വ്യക്തിയിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കുവാനുള്ളത് എന്ന് നോക്കാം. ഒന്നാമതായിട്ട്, ആരാധനയ്ക്ക് പ്രാധാന്യം നൽകുന്ന വ്യക്തി. എൽക്കാന ശീലോവിൽ സൈന്യങ്ങളുടെ യഹോവയെ നമസ്കരിപ്പാനും അവന് യാഗം കഴിപ്പാനും തൻ്റെ പട്ടണത്തിൽ നിന്നും ആണ്ടുതോറും ശീലോവിലേക്ക് പോവുക പതിവായിരുന്നു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കുന്നു. ഹന്ന, പെനീന എന്ന എൽക്കാനയുടെ 2 ഭാര്യമാരിൽ ഹന്നയ്ക്ക് മക്കളില്ലാതിരുന്നു. ജീവിതത്തിൽ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എല്ലാം ബാക്കി നിൽക്കുമ്പോഴും ആരാധനയിൽ മുടക്കം വരുത്തുന്നില്ല. ക്രമമായി ആലയത്തിൽ പോകുവാനും യാഗം കഴിക്കുവാനും ഉള്ള ആഗ്രഹവും ആവേശവും എൽക്കാനയിൽ ഉണ്ടായിരുന്നു. അതിനാൽ എൽക്കാനയുടെ ദൈവബോധം ആഴമേറിയതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട്, ആശ്വാസം പകരുന്ന വ്യക്തി ആയിരുന്നു എൽക്കാന. മക്കളില്ലാതിരുന്ന ഹന്നയ്ക്ക് ഇരട്ടി ഓഹരി നൽകി എൽക്കാന അവളെ സ്നേഹിക്കുന്നു. മറ്റുള്ളവർ ഹന്നയെ വേദനിപ്പിക്കുമ്പോഴും ആശ്വാസമായി എൽക്കാന അവളോട് കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ 8-ാം വാക്യത്തിൽ എൽക്കാന അവളോട് ചോദിക്കുന്നു, ഹന്നേ, നീ എന്തിന് കരയുന്നു? എന്തിന് പട്ടിണി കിടക്കുന്നു? നീ വ്യസനിക്കുന്നത് എന്ത്? ഞാൻ നിനക്ക് 10 പുത്രന്മാരെക്കാൾ നന്നല്ലയോ എന്ന് അവളോട് പറയുന്നുണ്ട്. ആശ്വസിപ്പിക്കുക എന്നത് ഇന്നത്തെ സമൂഹത്തിൽ തീരെ ഇല്ലാത്തതായ ഒരു കാര്യമാണ്. തൻ കാര്യം നേടുക എന്ന ചിന്ത മാത്രമാണ് എവിടെയും കാണപ്പെടുന്നത്. ഭവനത്തിനുള്ളിലും സമൂഹത്തിലും മറ്റുള്ളവർക്ക് ആശ്വാസമായി തീരുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവാശ്രയമുള്ള വ്യക്തി ആയതിനാലാണ് ഒരു നല്ല മനുഷ്യനായി തീരുവാൻ അഥവാ ഒരു നല്ല ഭർത്താവായി തീരുവാൻ എൽക്കാനയ്ക്ക് സാധിച്ചത്. തൻ്റെ ദൈവബോധം ജീവിതത്തിലൂടെ, തൻ്റെ പ്രവൃത്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് പകരുവാൻ എൽക്കാനയ്ക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും മറ്റുള്ളവർക്ക് പ്രയോജനകരമായിട്ട് തീരട്ടെ. നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാം? പ്രിയ കർത്താവേ, ഞാനായിരിക്കുന്ന എല്ലാ ഇടങ്ങളിലും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുവാൻ എന്നെ സഹായിക്കണമേ. ആമേൻ.